ഹായ് ഹലോ എന്തൊക്കെയുണ്ട് സുഖം എല്ലാവർക്കും. അപ്പം നമ്മളെ ഒരു ചെറുതായൊരു ഔട്ടിങ് പോവാന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. സോ ഇന്ന് ഫ്രൈഡേ ആയിരുന്നു. അപ്പോൾ ഫ്രൈഡേ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം എന്ന് വിചാരിച്ചു. കുറച്ച് ലോങ് ട്രിപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമല്ലോ. അപ്പം അതിനുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. സോ ആ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിട്ടോ. സോറി, ഡെസ്റ്റിനേഷൻ അതല്ലേ പറയാം. ഓക്കെ, സ്റ്റിൽ അവിടെ എത്തി എന്തായാലും. പക്ഷെ അടിപൊളി സംഭവം. ഞാൻ ഒരു വട്ടം അവിടെ പോയിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ വട്ടമാണ്. ബട്ട് സ്റ്റിൽ ഈ ആ സൺസെറ്റ് കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തുന്നതിന്റെ അവിടുന്ന് ഒരു 5-2 മിനിറ്റ്സ് ഉണ്ടായിരുന്നു അവിടെ എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ അപ്പോഴത്തേനും സണ്ണൊക്കെ പോയി, മൂൺ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അടിപൊളിയായിരുന്നു. നമ്മളെ വണ്ടി പോകുമ്പോഴായിരുന്നു സൺസെറ്റ് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ചും കൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു. ബട്ട് സ്റ്റിൽ എന്താ ചെയ്യാ. അപ്പൊ അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴത്തേനും ഇരുട്ടായി ഗൈസ്. അപ്പൊ ഇരുട്ടായതിനു ശേഷം പിന്നെ ഇനി ബീച്ചിലേക്കൊന്നും പോവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ജസ്റ്റ് ഈ ബ്രിഡ്ജാണ് കേട്ടോ അതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പർപ്പിൾ ഐലൻഡ് എന്നാണ് ഇതിന് പറയാ. ഖത്തറിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ പിന്നെ വിശപ്പിന്റെ വിളി തോന്നുന്നതുകൊണ്ട് ഞാനിത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതായിരുന്നു. സോ അത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളൊരു ഫ്രണ്ടിനെ പോയി മീറ്റ് ചെയ്തു. അപ്പോൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്തപ്പോൾ സ്വാഭാവികമാണല്ലോ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത്. സോ അങ്ങനെ അവർ ഫുഡൊക്കെ മേടിച്ച് തന്നിട്ട് നമ്മൾ അങ്ങനെ സെറ്റായി. പിന്നെ ഒരു ജ്യൂസും കുടിച്ചിട്ട് ഹാ എന്തൊരു സമാധാനം. വയറും നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു. അപ്പോൾ സംഭവം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു ഔട്ടിങ് ചെറുതായിട്ടും. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് വെച്ച് സപ്പോർട്ടാക്കും. അപ്പോൾ അത്രേ ഉള്ളൂ. ശരി, ബൈ, സീ യു.